കഴിഞ്ഞ ആഴ്ച ഹൈദരാബാദിലായിരുന്നു. ബവർച്ചി ഉൾപ്പെടെ സകല സ്ട്രീറ്റ് വെൻഡേഴ്സിൽ നിന്നും ധാരാളം ഹൈദരാബാദി ബിരിയാണി അടിച്ചിട്ട് വരികയാണ്. അതുകൊണ്ടാണ് എടപ്പള്ളിയിലേക്ക് വന്നപ്പോൾ പെട്ടെന്നൊരു സൈഡ് വലിവ്. അവിടെ ഹൈദരാബാദി ബിരിയാണി എഴുതി വെച്ചിരിക്കുന്നു, ചാർമിനാർ റെസ്റ്റോറൻറ്റ്. നമുക്ക് ചാർമിനാർ റെസ്റ്റോറൻറ്റ് വിശേഷങ്ങൾ നോക്കാം. എടപ്പള്ളിയിൽ നിന്ന് വരാപ്പുഴ പോകുന്ന വഴിയാണ് ഈ റെസ്റ്റോറൻറ്റ്. ഞാൻ ചെന്ന് കയറിയൊരു 12:30-ക്കാണ്, അതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല. ഇവർക്ക് കാക്കനാട് ഒരു ശാഖയുണ്ട്, അതിനെക്കുറിച്ചൊക്കെ ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. എന്തായാലും ഇവരുടെ ഹൈദരാബാദി ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യാം നമുക്ക്. ബിരിയാണി ഇത്തിരി കോസ്റ്റ്ലിയാണ്. ചിക്കനും മട്ടനും അവൈലബിൾ ആണ്. ചിക്കൻ ഫുള്ളിന് 260 ഞാൻ 160 ഹാഫ് ബിരിയാണിയാണ് മേടിക്കുന്നത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം മട്ടൺ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. ബിരിയാണി എത്തിക്കഴിഞ്ഞു. അപ്പിയറൻസ് ഒക്കെ സൂപ്പർ, നല്ല മണവും, ഹൈദരാബാദി ബിരിയാണിയുടെ തനത് മണവും അടിക്കുന്നുണ്ട്. നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കാം. ബിരിയാണിയുടെ കൂടെ സലാഡും ഒരു പുളിയുള്ളൊരു കറിയുണ്ട്, ഇതിൻ്റെ പേരെനിക്കറിയില്ല, ഇതുണ്ട്. ടേസ്റ്റ് വൈസ് സത്യം പറയട്ടെ, ഞാൻ ഇതിനൊരു ആവറേജ് ഹൈദരാബാദി ബിരിയാണി എന്ന് വിളിക്കും. ഹൈദരാബാദി ബിരിയാണി ഇതുവരെ ട്രൈ ചെയ്യാത്തവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു ചെറിയ ഹൈദരാബാദി ബിരിയാണി ടച്ച് ഉണ്ടെന്നല്ലാതെ ഒരു ആവറേജ് ലെവൽ മാത്രം നിൽക്കുന്നൊരു ബിരിയാണിയാണ്. എനിക്ക് അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഹൈദരാബാദി ബിരിയാണിയുടെ ചിക്കൻ പീസിന് തന്നെ ഒരു പ്രത്യേക ടെക്സ്ചറുണ്ട്, അതൊന്നും ഇല്ല. ഇത് നമ്മുടെ സാധാരണ ബിരിയാണി കാണുന്നുള്ള ചിക്കൻ പീസുകളും ഇതിൻ്റെ അപ്പിയറൻസ് അല്ലാതെ ഹൈദരാബാദി ബിരിയാണി എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഒരു ടേസ്റ്റും എനിക്ക് കിട്ടിയില്ല. ഒരു ആവറേജ് അനുഭവം മാത്രമാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയത്. ആദ്യമായിട്ട് ഹൈദരാബാദി ബിരിയാണി കഴിക്കുന്നവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഞാൻ റെക്കമെൻഡ് ഒന്നും ചെയ്യുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. താങ്ക്